നമസ്കാരം, ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോകസഭയിലേക്ക് 7 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരികയും കഴിഞ്ഞ 2 തവണത്തെയും പോലെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാകാതെ 10 വർഷങ്ങൾ ഇന്ത്യ ഭരിച്ച ബിജെപിക്ക് 239 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നെങ്കിലും അവർ നേതൃത്വം കൊടുത്ത നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് 291 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് തുടർ ഭരണം നേടിയിരിക്കുകയാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും കോൺഗ്രസ് നയിച്ച ഇന്ത്യ മുന്നണി 234 സീറ്റുകൾ നേടിക്കൊണ്ട് നടത്തിയത് ശക്തമായ മുന്നേറ്റം തന്നെയായിരുന്നു. എന്നാൽ NDA തന്നെ സുസ്ഥിരമായ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിൽ നിലനിൽക്കുന്നത്. ആന്ധ്രയിൽ കരുത്തുകാട്ടിയ ചന്ദ്രബാബു നായിഡുവിനെയും ബീഹാറിൽ ശക്തി തെളിയിച്ച നിതീഷ് കുമാറിനെയും വമ്പൻ ഓഫറുകളുടെ തുറുപ്പുചീട്ടുകൾ കാട്ടി ഇന്ത്യ മുന്നണി നേതാക്കൾ മാടി വിളിച്ചെങ്കിലും ചാണക്യ തന്ത്രങ്ങളിലൂടെ BJP അതിനെല്ലാം തടയിടുകയായിരുന്നു. ഏതായാലും കേരളത്തിൽ BJP നേടിയ ഒരു സീറ്റ് ക്രൈസ്തവരെ സംബന്ധിച്ച് അഭിമാനവും സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഘടകവും. മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് BJP എന്ന കേന്ദ്ര ഭരണ പാർട്ടിയുടെ പ്രകടനത്തിൽ അല്പം മങ്ങൽ നേരിട്ട തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞുപോയത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ ആകുമെന്നുള്ള BJPയുടെ ആത്മവിശ്വാസത്തിന് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കും തോറും ഇടിവ് ഉണ്ടാവുകയായിരുന്നു. എന്നാൽ കനത്ത അട്ടിമറി നടന്നത് അടുത്ത പ്രധാനമന്ത്രി എന്നൊക്കെ പലരും പ്രചരിപ്പിച്ച യോഗിയുടെ ഉത്തർപ്രദേശിലായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ UPയിലെ 64 സീറ്റുകളും ആധികാരികമായി തന്നെ പിടിച്ചെടുത്ത BJP ഇക്കുറി 33 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയായിരുന്നു. മോദി യോഗി മൂപ്പിള തർക്കത്തിനിടയിൽ കൂടുതൽ സ്കോർ ചെയ്യാനിറങ്ങിയ മോദിക്കിട്ട് യോഗി പണി കൊടുത്തതാണെന്നാണ് അതേക്കുറിച്ച് പ്രചരിക്കുന്ന ചില കഥകൾ. എന്തായാലും UPയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിച്ചത്. BJP ഉയർത്തുന്ന ഹൈന്ദവ ദേശീയ താൽപര്യത്തിന്റെ പിൻബലത്തിൽ നോർത്ത് ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിൽ ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ വഴി ക്രൈസ്തവ പീഡനങ്ങൾ നടന്നിരുന്നു എന്ന കാര്യവും നിഷേധിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ആരെയും കൂസാതെ ഏകാധിപത്യ ശൈലിയിൽ BJPക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നത് രാജ്യത്തിന് നന്മ തന്നെയായി ഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ തീവ്രവാദികളോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ അത് തടസ്സമാകുകയും അരുത്. ദേശീയ തലത്തിൽ BJPക്ക് ആധികാരികമായ വിജയം നേടാൻ ആയില്ലെങ്കിലും കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് നേടിയതും ചില സീറ്റുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയതും BJPയെ സംബന്ധിച്ച ശക്തമായ കുതിപ്പിന് ആക്കം കൂട്ടുന്ന സംഗതികൾ തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ ആത്മവിശ്വാസവും ഉന്മേഷവും തരാൻ പോകുന്ന കാര്യങ്ങളാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം സമ്മാനിച്ചത്. തിരുവനന്തപുരം, ആലപ്പുഴ, ആറ്റിങ്ങൽ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും BJP നടത്തിയത് ശക്തമായ മുന്നേറ്റമാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി ആധികാരികമായി തന്നെയാണ് തൃശൂരുകാർ STയെ വിജയത്തേരിൽ എത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാതെ ശക്തമായ മാർജിനിൽ മുന്നിട്ട് നിന്ന സുരേഷ് ഗോപി വിജയം സ്ഥിരീകരിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ആദ്യ ബൈറ്റിൽ തന്നെ തൃശൂരിലെ മതേതര പ്രജാദൈവങ്ങൾക്കും പിന്നെ എന്റെ ലൂർദ് മാതാവിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. തൃശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്റെ ലൂർദ് മാതാവിനും. സുരേഷ് ഗോപിയുടെ വിജയം 2 പരാജയത്തിൽ മടുക്കാതെ വീണ്ടും മത്സരിച്ച് വിജയിച്ചത് പലർക്കും വലിയ പ്രചോദനം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ചപ്പോൾ തൃശൂരിനെ ഞാനിങ്ങ് എടുക്കുവാണെന്ന് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് അടിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയത് സമാനതകളില്ലാത്ത പരിഹാസങ്ങളും ട്രോളുകളുമായിരുന്നു. എന്നാൽ തൃശൂർ എടുക്കണമെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി നിശ്ചയദാർഢ്യത്തോടെ തൃശൂരിൽ തന്നെ താമസിച്ച് പ്രവർത്തിക്കുകയും സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും പണമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ തൃശൂരിൽ നടത്തുകയും ചെയ്ത സുരേഷ് ഗോപി തൃശൂരിലെ ക്രൈസ്തവ സമൂഹമടക്കം എല്ലാവരുമായും ശക്തമായ ബന്ധം പുലർത്തുകയും അവരുടെ വിശ്വാസം ആർജിച്ചെടുക്കുകയും ചെയ്തു.
സുരേഷ് ഗോപി താൻ നേടിയ ഉജ്ജ്വല വിജയത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ആവർത്തിച്ചാണ് മറുപടി പറഞ്ഞത്. ബൈബിൾ കൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ, നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും. തൃശൂരിൽ ചുവരെഴുത്ത് പോലും നടത്തി മത്സരിക്കാൻ തയ്യാറെടുത്ത സിറ്റിംഗ് എം പി പ്രതാപനെ മാറ്റിക്കൊണ്ട് വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ തൃശൂരേക്ക് എത്തിയത് താൻ ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, സുരേഷ് ഗോപിയെ ജയിപ്പിക്കരുതെന്ന ഒറ്റ വാശിയോടെ തന്നെയായിരുന്നു. അതിനുവേണ്ടി മുരളീധരൻ നടത്തിയ പ്രസംഗങ്ങളും വോട്ട് ബാങ്കിനായി നടത്തിയ ഇസ്ലാമിക പ്രീണന തന്ത്രങ്ങളും മറക്കാനാവുന്നതല്ല. വടകരയിൽ മത്സരിക്കുമെന്ന ഉറപ്പിൽ ഹമാസ് തീവ്രവാദികളെ പതിവായി പുണ്യവാളന്മാരാക്കി പ്രതിഷ്ഠിക്കുന്ന മുരളീധരൻ മറ്റൊരു വേർഷനിലുള്ള പ്രീണന രാഷ്ട്രീയമാണ് തൃശൂരിൽ പുറത്തെടുത്തത്. വോട്ടെണ്ണലിന്റെ തലേന്ന് പോലും BJP അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിൽ ആയിരിക്കുമെന്ന് പറഞ്ഞാണ് പരിഹാസം നടത്തിയത്. എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അവിടുത്തെ ക്രൈസ്തവ സമൂഹം അടക്കമുള്ള പൊതുസമൂഹം തീരുമാനിച്ചിറങ്ങിയതോടെ കനത്ത പ്രഹരമാണ് മുരളീധരൻ ഏറ്റുവാങ്ങിയത്. ഫലപ്രഖ്യാപനത്തിന്റെ സീനിൽ ഒരിടത്തുമില്ലാതിരുന്ന മുരളീധരൻ തള്ളപ്പെട്ടത് 3ാം സ്ഥാനത്തേക്കായിരുന്നു. എക്കാലത്തും കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ക്രൈസ്തവർ അവരെ വിട്ടുമാറിയതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് ഷെക്കേനായുടെ ഫയർ റൂമിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ അത് തന്നെ വളരെ വൈകി മനസ്സിലാക്കിയ ആ കോൺഗ്രസിന്റെ ആ ഒരു പ്രീണനം, ന്യൂനപക്ഷ മതപ്രീണനം ഒരു പരിധി വരെ അവരുടെ നിലപാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരോടുള്ള ഒരു എതിർ മനോഭാവം സമൂഹത്തിന്റെ മുമ്പിൽ എത്താൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെ. കെ മുരളീധരൻ നല്ലൊരു നേതാവൊക്കെ തന്നെയാണ്. വടകരയിലെ സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ ന്യൂനപക്ഷ വോട്ടിനെ ഒരു രീതിയിലും വിള്ളലുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഈ കേരള സമൂഹത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെയും തള്ളിക്കൊണ്ട് അദ്ദേഹം ഹമാസ് അവിടെ ഒരു സംഭവം നടന്നിട്ട് പോലും ഇല്ല എന്ന രീതിയിലുള്ള പ്രസ്താവന പോലും നടത്തിയത്. ഇപ്പൊ ആറ്റിങ്ങിൽ 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു പുള്ളി. അത് പാലക്കാടാണേലും തൃശ്ശൂരാണേലും എല്ലായിടത്തും ഉണ്ട്. അതിനകത്ത് വലിയ വ്യത്യാസം കാണാത്ത എറണാകുളം മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഒരു നേരിയ മാർജിനിലെങ്കിലും വോട്ട് ഷെയർ ഈ പറയുന്ന BJP കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പുറകില് ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്. ഇതിപ്പോ ഇപ്പോ കോൺഗ്രസിന് ഇത് അപകടം മനസ്സിലാവില്ല, അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും ചിലപ്പോൾ മനസ്സിലാകുന്നു വരില്ല. പക്ഷെ അസംബ്ലി ഇലക്ഷനിൽ ഈ ആഘോഷിക്കാൻ പോയതിന്റെ മുഴുവൻ സാധനവും തിരിച്ചടിക്കും, യാതൊരു തർക്കവുമില്ല. കാരണം അടിസ്ഥാനപരമായി ജനം കോൺഗ്രസിൽ നിന്ന് അകന്നു. ഇത് ദേശീയ തലത്തിൽ പോലും ആ മോഡിയുടെ ചില പ്രസംഗങ്ങളും തീവ്രവാദ നിലപാടുകളും ഞാൻ ബയോളജിക്കൽ ബർത്ത് അല്ല താൻ ദൈവമാണ് എന്നുള്ളൊരു ചിന്തയിൽ നടത്തിയ പ്രസ്താവനകളും ഒക്കെയാണ് അവസാന നിമിഷമെങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ കാരണമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയിലേക്കൊക്കെ വോട്ട് പോയി എന്ന് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ ഒരു വോട്ട് പോയി, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലെ CPM-നോട്, ഹിന്ദു വിഭാഗത്തിലെ CPM-നോടും കോൺഗ്രസിനോടും ചേർന്ന് നിന്ന ഒരു വിഭാഗമൊക്കെ മാറി കുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴേ ഒരു പരിധിവരെ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ നിന്നും വലിയ കുറവില്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറയാതെ നിലനിർത്തുന്നതിൽ വേറൊരു വർഗീയ ധ്രുവീകരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അപകടമാണ്. ക്രൈസ്തവരുടെ അടക്കം വോട്ട് വാങ്ങി ജയിച്ചിട്ട് മതതീവ്രവാദികളെ സുഖിപ്പിച്ചും മറ്റു മതസ്ഥരെ സൈഡാക്കിയും രാഷ്ട്രീയം കളിക്കുന്നവർക്കൊക്കെ തൃശൂർ ഫലം വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. ക്രൈസ്തവർ നിർണായകമായ സ്വാധീനം ചെലുത്തി നടത്തിയ തൃശൂരെ വിജയത്തെക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ കത്തോലിക്ക കോൺഗ്രസ് നേതാവായ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വോട്ട് ചെയ്തതിന്റെ പേരിൽ വോട്ടേഴ്സിന്റെ ചെവിക്ക് പിടിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ അതൊരു സ്പിരിച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജനാധിപത്യമാണ്. ജനാധിപത്യം നമ്മുടെ കേന്ദ്രീകൃത ജനാധിപത്യമൊന്നും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇന്ത്യൻ ജനാധിപത്യം 2 വിധത്തിലുണ്ട്. കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ 51% എന്ത് പറയുന്നു അത് 49% അംഗീകരിച്ചുള്ളൂ. അത് എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിലൊക്കെ അത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം കുറച്ചുകൂടി ഒരു സ്പിരിച്വലി ഓറിയന്റഡ് ആണ്. അവിടെ 99 പേര് ചായ കുടിച്ച് ഒരാൾക്ക് കാപ്പി മതി എന്ന് പറഞ്ഞാൽ കാപ്പി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. ഈ ജനാധിപത്യത്തിന്റെ ഒരുപാട് നന്മകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തികഞ്ഞ ഒരു ജനാധിപത്യ സമ്പ്രദായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച്
തികഞ്ഞ ഒരു ഭരണ ക്രമമോ അല്ലെങ്കിൽ തികഞ്ഞ ഒരു രാഷ്ട്രീയമായ നീക്കമാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും ഇനിയും മോഡിഫിക്കേഷൻസ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ജനാധിപത്യത്തില് നമ്മൾ കാണുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ഇവിടെ ജനങ്ങള് ആരാണോ ജനങ്ങൾക്കെതിരായി പോകുന്നത് അവരുടെ ചെവിക്ക് പിടിക്കും. ഭരണാധികാരിയാണെന്ന് യാതൊരു നോട്ടവും വേണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞാല്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയുന്നതിൽ, അവരുടെ ഭരണ സംവിധാനത്തെ തൂത്തെറിയുന്നതിൽ മുൻപന്തിയിൽ നിന്നത് UP-യിലെ നിരക്ഷരത നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കുന്ന വോട്ടർമാരാണ്. തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഏകാധിപത്യ പ്രവണതയുള്ള വ്യക്തി എന്ന മുദ്ര കുത്തിക്കൊണ്ട് തൂത്തെറിഞ്ഞു കളയാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ തന്നെ വർഗീയതയെക്കുറിച്ച് ഒരുപാട് പ്രകമ്പനങ്ങൾ നടക്കുമ്പോൾ ഈ വർഗീയതയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നു. വർഗീയത അതിന്റെ ഒരു സീമ ലംഘിച്ച് പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് BJPക്ക് 240 സീറ്റുകളിലൂടെ ജനം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ കാണുന്നത് ഇടത് വലത് കക്ഷികൾ മാറി മാറി ഭരിച്ചിരുന്നു. അപ്പൊ ഇവർക്കപ്പുറത്ത് വേറൊരു ലോകമില്ല എന്ന് അവർ ചിന്തിച്ചു വെച്ചു. ഇപ്പൊ അവർക്കെതിരെ വെല്ലുവിളി വന്നപ്പോൾ അവർ സാധാരണക്കാരായ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇവർക്കെതിരെ വേറെ ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവർക്ക് എന്തുമാവാം. ആ രീതിയിലേക്കുള്ള ഒരു ഭരണ രീതി ഇവിടെ തുടർന്നു പോകുന്നു കാലാകാലങ്ങളായിട്ട്. ഇലക്ഷന് ഏറെ നാളുകൾക്ക് മുൻപ് തന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ലൂർദ് പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് വഴി കേരളത്തിലെ ദോഷൈക ദൃക്കുകൾക്ക് സുരേഷ് ഗോപി ഉണ്ടാക്കിയത് കടുത്ത അലോസരം തന്നെയായിരുന്നു. അടുത്തു നിന്ന ഏതോ ഒരാളുടെ കൈതട്ടിയോ മറ്റോ മാതാവിന്റെ ശിരസിൽ നിന്ന് കിരീടം താഴേക്ക് വീണത് തികച്ചും സ്വാഭാവികം മാത്രമായിരുന്നു. എന്നാൽ അത് സമ്മതിക്കാതെ മാതാവ് സുരേഷ് ഗോപിയോട് കോപിച്ചെന്നും അയാൾ നൽകിയ സ്വർണ്ണ കിരീടം തട്ടിത്തെറിപ്പിച്ചു എന്നുമായിരുന്നു പിന്നത്തെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. ഏതായാലും 3/4 ലക്ഷം വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ മാതാവ് ആ കിരീടം സ്വീകരിച്ചിട്ട് തന്റെ മകന് തൃശൂർ കനിഞ്ഞ് നൽകിയതാണെന്ന് എന്നതാണ് പൊതുവേ ഉള്ള വിശ്വാസം. അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്റെ ലൂർദ് മാതാവിനും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞത്. തൃശൂരിലെ ക്രൈസ്തവ സമൂഹം സുരേഷ് ഗോപിക്കൊപ്പം നിന്നാൽ കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഡെമോഗ്രഫിയും ചില മതരാഷ്ട്രീയ കൂട്ടുകെട്ടുകളും തകർന്നടിയുമെന്ന് അങ്ങനെ ചിലർ തിരിച്ചറിഞ്ഞു. അതിനാൽ അവർ സുരേഷ് ഗോപിയെയും ക്രൈസ്തവ സമൂഹത്തെയും തമ്മിൽ തെറ്റിക്കാൻ പയറ്റിയത് സമാനതകളില്ലാത്ത കുതന്ത്രങ്ങൾ തന്നെയായിരുന്നു. മണിപ്പൂരിലെ ക്രൈസ്തവരുടെ ചോര പറ്റിയ കിരീടം മാതാവ് വലിച്ചെറിഞ്ഞെന്നായിരുന്നു അടുത്ത പരിഹാസമുണ്ടായത്. ഇതിനിടയിൽ സഭയിൽ നിന്ന് തന്നെ ചിലരെ കളത്തിലിറക്കി സുരേഷ് ഗോപിക്കെതിരെ പരസ്യ പ്രസ്താവനകൾ ഇറക്കി പയറ്റി നോക്കി. സുരേഷ് ഗോപി നൽകിയ കിരീടത്തിൽ മൊത്തം ചെമ്പാണെന്നായിരുന്നു അടുത്ത വാദം. അത് തൂക്കി നോക്കണമെന്നായി ചിലരുടെ ആവശ്യം. എന്നിട്ടെന്തായി? ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാം നനഞ്ഞ പടക്കങ്ങൾ കണക്കെ ചീറ്റിപ്പോവുകയും ചെയ്തു. പൊതുസമൂഹത്തോട് സുരേഷ് ഗോപി കാട്ടുന്ന സ്നേഹം അഭിനയമല്ലെന്നും പക്വമായ പെരുമാറ്റമാണെന്നും ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായി ബോധ്യപ്പെടുകയും മാധ്യമങ്ങളെ കാണുമ്പോൾ കവാത്ത് മറന്ന് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കുന്ന തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻ അല്ല സുരേഷ് ഗോപി എന്നും തിരിച്ചറിഞ്ഞ ക്രൈസ്തവർ സുരേഷ് ഗോപിക്കൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. വോട്ടെടുപ്പിന്റെ തലേന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ അന്ന് കോട്ടയത്തും പാലായിലുമായി സഭാ നേതൃത്വത്തെ കണ്ട സുരേഷ് ഗോപിയുടെ വായിലേക്ക് മാധ്യമങ്ങൾ ആവുന്നത്ര മൈക്കിട്ട് കുത്തി നോക്കിയെങ്കിലും കമ എന്നൊരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വിജയിച്ചതിന് സമ്മാനമായി മുൻപ് അദ്ദേഹം ലൂർദ് മാതാവിന് വാഗ്ദാനം ചെയ്തിരുന്ന 10 ലക്ഷത്തിന്റെ കിരീടവുമായി സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് പള്ളി ദേവാലയത്തിൽ വരിക തന്നെ ചെയ്യും. 10 ലക്ഷം രൂപയ്ക്ക് ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും. ഏതായാലും മുൻപെങ്ങും കാട്ടാത്ത തരത്തിൽ വീര്യത്തോടെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നാണ് ഇത്തവണ തൃശൂരിലെ വോട്ടർമാർ മണ്ഡലം സുരേഷ് ഗോപിക്ക് നൽകിയത്. സുരേഷ് ഗോപിയുടെ ജയത്തെക്കുറിച്ചും അതിന്റെ പിന്നിൽ ക്രൈസ്തവർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചും ഏഷ്യാനെറ്റ് ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ഫഖറുദ്ദീൻ അലി നടത്തിയ പരാമർശം തികച്ചും ശ്രദ്ധേയമാണ്. മോഡി പറഞ്ഞല്ലേ വോട്ട് ജിഹാദ്. സത്യത്തില് മോഡി പറഞ്ഞതില് ചെറിയൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം പ്രാക്ടീസ് മുസ്ലിമാണ്. ഞാൻ ഇവിടെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന 2 സ്ഥാനാർത്ഥികളാണ്. കാരണം മാറ്റങ്ങൾ വരും. അത് BJP ആയെന്നുള്ളതുകൊണ്ട് അവർക്ക് കണ്ണടിച്ച് വോട്ട് ചെയ്യണ്ട. പക്ഷേ രണ്ടുപേരും തോൽപ്പിക്കാൻ കൺസോൾട്ടേറ്റഡ് എഫേർട്ട് ഉണ്ടായി. എന്തിന്? അതേസമയം ചിലപ്പോൾ നമ്മൾ ജയിപ്പിച്ച് വിടുന്നവരായിരിക്കും ഇതിന് വലിയ വശം. അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കണ്ടുപിടിക്കണം. ടാക്ടിക്കൽ വോട്ട് ചെയ്യണം. എന്നിട്ട് ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ, BJPക്ക് ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഉത്തരേന്ത്യയിൽ എളുപ്പം ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായിട്ട് കയറ്റി ചെയ്യും. എന്നിട്ട് ഈ മുസ്ലിം വിരുദ്ധത, അതിപ്പം മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എളുപ്പം കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്തവണ ആ രീതിയിൽ യേശു കാരണം ഒരേ ആൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ യേശില്ല. പുതിയൊരാൾ വന്ന് കുറച്ചുകൂടി തീവ്രം, ഇപ്പം യോഗി ആദിത്യനാഥ് വന്ന് കുറച്ചുകൂടി തീവ്രമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ലാൽ സാറിനും മമ്മൂക്കയും കഴിഞ്ഞാൽ അടുത്ത ദിലീപ് വന്നു, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാവും. കേരളത്തിന്റെ സാമ്പത്തിക വിദഗ്ധനെന്ന് ഇടതന്മാർ ഡെക്കറേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഒരുങ്ങിയത് തന്നെ ക്രൈസ്തവർക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടായിരുന്നു. പൂഞ്ഞാർ പള്ളിമുറ്റത്ത് വന്ന് അഴിഞ്ഞാടിയ കുട്ടി കലാപകാരികൾ ആറ്റുചാലിൽ അച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ഒരുങ്ങിയ സംഭവത്തെ സാക്ഷാൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് തെമ്മാടിത്തരമെന്നായിരുന്നു. അച്ഛന് ആപത്ത് പിണഞ്ഞപ്പോൾ പള്ളിമണി അടിച്ച് ഇടവക അംഗങ്ങളെ കൂട്ടിയ പൂഞ്ഞാറിലെ വിശ്വാസികൾ തോമസ് ഐസക്കിന്റെ പ്രീണന രാഷ്ട്രീയ വീക്ഷണത്തിന് എതിരെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അന്നേ അവിടുത്തെ ക്രൈസ്തവർ ഉറപ്പിച്ചതാണ് ഈ സാമ്പത്തിക വിദഗ്ധനെ വീട്ടിൽ ഇരുത്തുമെന്ന്. ക്രൈസ്തവ വോട്ടുകൾ അനിൽ ആന്റണിക്കും ആന്റോ ആന്റണിക്കും സ്പ്ലിറ്റായി പോകുന്നതിന്റെ ഇടയിലൂടെ നൈസായിട്ടങ്ങ് ജയിച്ചു കയറാമെന്ന് ധരിച്ചു വശായ തോമസ് ഐസക്ക് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്. ഇക്കണ്ട കാലം മുഴുവൻ ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് മറ്റു ചിലരെ പ്രീണിപ്പിക്കാൻ ക്രൈസ്തവർക്കിട്ട് നൈസായി പണിയുന്ന മൂന്നാം കിട രാഷ്ട്രീയ കരിങ്കാലിപ്പണി ഇനി നടക്കില്ലെന്ന് തൃശൂരെ ക്രൈസ്തവർ ഉറച്ചു തീരുമാനിക്കുമെന്നോ മുരളീധരനും സുനിൽകുമാറും വീട്ടിൽ ഇരിക്കുമെന്നോ ഒരുമാതിരിപ്പെട്ടവരൊന്നും കരുതിയില്ല. അറിഞ്ഞവർക്കിപ്പോൾ സഹിക്കാനും പറ്റുന്നുമില്ല. അതുകൊണ്ടവർ ഇപ്പോൾ പാടുന്നത് തൃശൂരുകാർ പൊട്ടന്മാരും ഉത്തർപ്രദേശുകാർ ബുദ്ധിമാന്മാർ ആണെന്നുമാണ്. ഇലക്ഷന്റെ തലേന്ന് വരെ അവരുടെ ഭാഷയിൽ UP-ക്കാർ വെറും ചാണക സംഖ്യകളായിരുന്നു. എത്ര പെട്ടെന്നാണ് അവർ ബുദ്ധിമാന്മാരായത് എന്നത് ആശ്ചര്യകരം തന്നെയാണ്. പിന്നെ അതിഹീനമായ തരത്തിൽ ക്രൈസ്തവരെ അപമാനിക്കാനുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അസീസ് കുന്നപ്പള്ളി എന്ന ഇസ്ലാമികവാദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം ഹീനമായ ക്രൈസ്തവ മതനിന്ദയാണ്. യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് സുരേഷ് ഗോപിയെ ആഡ് ചെയ്ത് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും പിന്നെ ഈ പുത്രനും പിന്നെ പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നും ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയായി ഈ ചിത്രം ഉപയോഗിക്കണമെന്നും എഴുതിയാണ് ഇയാൾ തന്റെ കടുത്ത അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാക്കിയത്. മലപ്പുറത്ത് 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ E.T. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ സമദാനി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതും കണ്ടിട്ട് ഒരു ക്രൈസ്തവനും മുസ്ലിമുകളുടെ വിശ്വാസത്തെ അവഹേളിക്കാൻ തുനിയാതിരുന്നത് ക്രൈസ്തവരുടെ പൈതൃകത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ്. സകല മതങ്ങളും സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ യേശുവിന്റെ ജനനത്തെ അവഹേളിച്ചും പുൽക്കൂട് നശിപ്പിച്ചും ബൈബിൾ കത്തിച്ചും ഇതുപോലെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുന്നത് മത അർബുദം ബാധിച്ച ചില തീവ്രവാദികളാണ്. ഇവർ മാന്യന്മാരായ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് കൂടി അപമാനമാണ് എന്നുള്ളതാണ് വാസ്തവം. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇവനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഒന്നും ഇല്ല. തൃശൂര് സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന്റെ പിന്നിൽ ക്രൈസ്തവർ ചെലുത്തിയത് നിർണായകമായ സ്വാധീനമാണെന്നത് ബോധ്യമുള്ള ഇവനെ പോലെ ഉള്ളവരെല്ലാം അങ്ങാടിയിൽ തോറ്റതിന്റെ ജാള്യതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മിയും നാട്ടുകാരുടെ വിശ്വാസത്തെ പുലഭ്യം പറഞ്ഞും ഇപ്പോൾ ആശ്വാസം കൊള്ളുകയാണ്. ഷെക്കേന നടത്തിയ ചർച്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോയ് കണ്ണഞ്ചിറ ഇതിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു പകയോടെയുള്ള ഒരു പ്രതികരണം പോലെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, ഇവിടെ ഞങ്ങളുടെ മുഖം മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതി, ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ സ്വാധീനത്തിന്റെ അടിമകളായി ഇരകളായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ചിലരുടെ സോഷ്യൽ മീഡിയ അപ്പിയറൻസിലൂടെ അവതരണത്തിലൂടെ തോന്നിപ്പോവുകയാണ്. തൃശ്ശൂരിലുള്ള ജനങ്ങൾ അവരുടെ ജനാധിപത്യമായ അവകാശം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്ക് തൃശ്ശൂരിൽ വിജയം ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്,
സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ജനാധിപത്യപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിച്ച ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിന് അത്തരത്തിലുള്ള ആക്ഷേപത്തിനോട് വലിയൊരു ആർത്തി ഉള്ളതുപോലെ തോന്നിപ്പോവുകയാണ്. ഹമാസ് അടക്കം ലോകത്തിന് മൊത്തം അപമാനമായ തീവ്രവാദികളെ അന്ധമായി പിന്തുണച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതരും വലതരും ഇസ്ലാമിക പ്രീണനത്തിന്റെ നാളം കെട്ട രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ആരെങ്കിലും തീവ്രവാദികളെ എതിർക്കുകയോ ദേശീയതയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ ചെയ്താൽ അവർ സംഘികളായും അവർ ക്രൈസ്തവ നാമധാരികളാണെങ്കിൽ ക്രിസംഗികളായും മാറുകയായിരുന്നു പതിവ്. എന്നാൽ ക്രിസംഗികൾ അണിനിരന്ന് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് പല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും BJPക്കുണ്ടായ ഭൂരിപക്ഷത്തിലെ വർധനവ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്ന് ഇടതരും വലതരും മറന്നു പോകരുത്. പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടൊരു വാക്ക് പറയട്ടെ. ഐക്യമത്യം മഹാബലമെന്ന് സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രയോഗത്തിലാക്കുന്നതിൽ ക്രൈസ്തവർ വളരെ പിന്നിലായിരുന്നു. പല പ്രതിസന്ധികൾ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടായപ്പോഴൊക്കെ പക്വതയുള്ളവർ പറഞ്ഞതാണ് ഇനിയെങ്കിലും ഭിന്നിച്ചു നിൽക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള കാര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ മാറ്റം സംഭവിപ്പിക്കാൻ ക്രൈസ്തവർക്ക് കഴിഞ്ഞതുവഴി ക്രൈസ്തവർ പഠിക്കേണ്ട പലതും ഉണ്ട്. തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ക്രൈസ്തവരെ ഭയപ്പെടുത്താനായി ഫേക്ക് വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും വളച്ചൊടിച്ച വാർത്തകളുമായി സ്നേഹം നടിച്ചു വരുന്നവരുടെ ഗൂഢ അജണ്ടകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ക്രൈസ്തവർക്ക് ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ന്യൂസ് കാൻ ഇവിടെ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച